വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ കപ്പലാണ് സമസ്ത. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇരുന്ന കസേരയിൽ അതിനുശേഷം ബഹുമാനപ്പെട്ട സഹോദരന്മാരെ പല പണ്ഡിതന്മാരും ഇരുന്നു, പല മഹത്വങ്ങളും ഇരുന്നിട്ടുണ്ട്. പർവ്വതതുല്യരായ പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട പാങ്ങൽക്കാരൻ എന്നറിയപ്പെട്ട മഹാൻ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുറിയാൽ പാപ്പ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാർ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ നിറച്ചേറ്റി കൊടുക്കട്ടെ. അവരെല്ലാവരും ഇരുന്ന ആ ചെയറിൽ പിന്നീട് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം അതേപോലെ ആലിമും സയ്യിദും അതുപോലെ തന്നെ ഒട്ടേറെ തരീഖത്തിന്റെ ശൈഖും ഖാദിയും മുദല്ലിസുമായ ഒരു സയ്യിദ് പിന്നീട് ആ കസേരയിൽ ഇരുന്നത് താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം ആ കസേരയിൽ പിന്നെ ഇരുന്ന സയ്യിദ്, അതോടൊപ്പം ആലിം, അതോടൊപ്പം ഖാദി, അതോടൊപ്പം മുദല്ലിസ്, അതോടൊപ്പം ഒട്ടേറെ തരീഖത്തിന്റെ ശൈഖ്. ഇന്ത്യ മഹാരാജ്യത്തും ഇന്ത്യക്ക് പുറത്തും ഒട്ടേറെ ശിഷ്യന്മാരും മുരീദുമാരുമുള്ള മഹാൻ താജുൽ ഉലമാ. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരി, ഉപ്പാപ്പ 94 വയസ്സ് ജീവിച്ചു. 95 കടന്നിട്ടാണ് വഫാത്തായത്. ഈ 94 വയസ്സിനിടയ്ക്ക് ഒരു ദിവസം പോലും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദിവസം വെറുതെ പോയിട്ടില്ല. 6 വയസ്സായപ്പോഴേക്കും ഉപ്പാപ്പ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് അറബിയുടെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. 10ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് ഉപ്പാപ്പ പ്രാഥമികമായി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. 12ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ മുതഅല്ലിമായി അവളെ ദർസിൽ ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 15ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ജലാലൈനി എന്ന തഫ്സീറിന്റെ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ ജലാലൈനി ഓതാൻ തുടങ്ങുമ്പോൾ ഉപ്പാപ്പ പറയുന്നു, അതാത് ദിവസം ഓതുന്ന ഭാഗത്തെ ആയത്തുകൾ എത്രയാണോ ആ ആയത്തുകൾ അന്ന് തന്നെ ഞാൻ മനഃപ്പാഠമാക്കാറുണ്ട്. ദർസുകളിൽ ഓതി പഠിക്കുന്ന ആദ്യത്തെ തഫ്സീറാണ് ജലാലൈനി. ആ ജലാലൈനി ഓതുന്ന ഖദർ സബക്കനുസരിച്ച് എത്ര ആയത്ത് ഓതി തന്നോ ആ ആയത്തുകൾ ഞാൻ അന്ന് തന്നെ രാത്രി 2ാം ദർസ് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോ ഞാൻ അന്ന് ഓതി തന്നത് അന്ന് എന്റെ മനഃപ്പാഠമാക്കണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ചാലിയത്തിൽ ഒരാഴ്ച നീണ്ടു നിന്ന വലിയ പണ്ഡിതന്മാരുടെ വഴക്കുണ്ടായി. അന്ന് ഞാൻ മറിയം സൂറത്ത് ഓതുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അന്ന് രാത്രി വഴന്ന് കേൾക്കാൻ പോയതുകൊണ്ട് മറിയം സൂറത്ത് അന്ന് എനിക്ക് മനഃപ്പാഠമാക്കാൻ പറ്റിയില്ല. അത് ഞാൻ പിന്നീടാണ് മനഃപ്പാഠമാക്കിയത്. ജലാലയിൽ തീർന്നപ്പോഴേക്കും ഞാൻ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താജുൽ ഉലമ തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഓർമ്മിക്കണം, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വിശുദ്ധ ഖുർആനിന്റെ പാരായണം എത്രയാണ് ചെയ്തിരുന്നതെന്നറിയാമോ? ഇത്രയധികം ഖുർആൻ ഓതുന്ന ഒരു പണ്ഡിതനെ, ഒരു മഹാനെ ഈ അടുത്ത ചരിത്രത്തിൽ നമുക്ക് കേൾക്കാനും കാണാനും കഴിയില്ല. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് വന്നിരുന്നാൽ ഉപ്പാപ്പ ഖുർആൻ ഖതം തീർക്കുകയാണ്. മുഴുവൻ വെള്ളിയാഴ്ചകളിലും ഖുർആൻ ഖതം തീർക്കുന്ന പതിവുകാരനാണ് താജുൽ ഉലമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവരെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദാകുന്ന വലിയ പണ്ഡിതന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ആരായിരുന്നു കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് ഉള്ളാളത്തെ തങ്ങളവர்களാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് തനിക്ക് സുഖമില്ലാത്തപ്പോഴും ക്ഷീണമാകുമ്പോഴും ഒക്കെ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചിരുന്നത് താജുൽ ഉലമ തങ്ങളെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റാകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും
പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ ആ കസേരയിലേക്ക് കയറിയിരിക്കാനും അന്ന് കെൽപ്പുള്ള, പാണ്ഡിത്യമുള്ള, ഭക്തിയുള്ള, തഖ്വയുള്ള ഒരാളെ അന്നത്തെ പണ്ഡിതന്മാർ ആലോചിച്ചു. ആരൊക്കെ ആലോചിക്കുമ്പോൾ ശംസുലമായ ഇ കെ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട വാണിയമ്പലം മുദ്രഹ്മാൻ മുസ്ലിയാരുണ്ട്, സദക്കത്തുൽ മുസ്ലിയാരുണ്ട്, കോട്ടുമല ഉസ്താദുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ പർവ്വത തുല്യരായ പണ്ഡിതന്മാരൊക്കെ ഉള്ള അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റായി ഇവരെല്ലാം കൂടി ഏകസ്വരത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് തെരഞ്ഞെടുത്ത പണ്ഡിതൻ സയ്യിദും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളവർകളാണ്. മനസ്സിലാക്കണം. ആ താജുൽ ഉലമാ തങ്ങൾ, ഞാനെന്റെ നാട്ടുകാരായ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഈമാൻ അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. സാധാരണ ഒരു സത്യവിശ്വാസിയായാൽ മരണപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ പറ്റി ആക്ഷേപം പറയുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ കഠിനമായ തെറ്റാണ് കേട്ടോ. നമ്മളൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നാൽ സാധാരണ നമ്മളൊക്കെ വേഗം പറയും, എന്താ പറയാ, ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. മരിച്ചു എന്ന് കേൾക്കുന്നതോടുകൂടെ ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ ഒന്ന് മറ്റേ LDF, മറ്റൊന്ന് UDF, ഇങ്ങനെ പല മുന്നണികളും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്, അല്ലേ? വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. എന്നാൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോലും അത്തരം വാശി മക്കാമൊക്കെ ഉണ്ടായത് രണ്ടാൽ ഒരു ഗ്രൂപ്പിൽ ഒരാളാണ് മരണപ്പെട്ടാൽ അപ്പെല്ലാം എല്ലാം പ്രതിപക്ഷ നേതാവ് ഇവിടെ കാണാൻ വരുന്നു, ഈ നേതാവ് അവിടെ കാണാൻ പോകുന്നു, ആ പാർട്ടിക്കാർ ഇവിടെ വരുന്നു, പക്ഷെ അവരുടേതായ രീതിയിൽ വീട്ട് സമർപ്പിക്കുന്നു, മറ്റേത് അനുശോചനം രേഖപ്പെടുത്തുന്നു, മറ്റേ എല്ലാം മരിക്കുന്നതോടുകൂടെ മനുഷ്യന്റെ മാനസികമായ അവസ്ഥ അയാൾ ഏതായാലും മരിച്ചു. ഇനി അദ്ദേഹത്തോട് ഒരു അസൂയ, ഒരു ദേഷ്യം ബാക്കി വെക്കൽ ഭൗതിക രാഷ്ട്രീയത്തിൽ പോലും ഇല്ല. SK വിഭാഗം എന്ന ആളുകൾ മാത്രമാണ് ലോക ചരിത്രത്തിൽ ഈ മാന്യതയോട് എതിര് നിൽക്കുന്ന ഒരു വിഭാഗം. ആകാശത്തിന്റെ ചുവട്ടിൽ SKക്കാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ കൂട്ടർ മാത്രമാണ്. അതുകൊണ്ടാണ് എറമ്പറ സക്കാഫി പറഞ്ഞത്, വേറെ ഏത് ചേർത്താലും പുറത്തോനെ SKയിൽ ചേർത്തല്ലേ. എന്തുകൊണ്ട്? മരിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ. എവിടെ നിങ്ങൾ താജുലുലമ മയ്യത്തിനെ പറ്റി പറയാൻ നിങ്ങൾ ആരെങ്കിലും ആ വഴിക്ക് നടന്നു പോയിട്ടുണ്ടോ? മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ആബാഇ ഖബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹി ഇൻ യഖൂലൂന ഇല്ലാ കദിബാ എന്ന ആയത്ത് നിങ്ങളെ ചേർത്തി പറഞ്ഞാൽ തെറ്റാവുമോ? ഏതൊരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ നിങ്ങളോടാരാ താജുലുലമയുടെ മയ്യത്തിനെ പറ്റി പറഞ്ഞത്? നിങ്ങളുമായി ബന്ധപ്പെട്ട ആരാണ് വഴിക്ക് പോയത്? ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അത് അദ്ദേഹത്തെ